ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ചില ആളുകളൊക്കെ ഇറാൻ സിന്ദാബാദ് എന്ന് പറയുന്നു, ഇറാനിന്റെ നേതാക്കന്മാരെ ഷഹീദുകളായി വാഴ്ത്തുന്നു. നിങ്ങൾക്കറിയാമോ ആരാണ് ഇറാൻ എന്ന്, ആരാണ് അപ്പുറത്തുള്ള ഇസ്രായേൽ എന്ന്? രണ്ടും തെമ്മാടി കൂട്ടങ്ങളാണ്. ഇസ്രായേലും കടുത്ത പാപികളാണ്, അവർ കടുത്ത ഭോഷന്മാരാണ്, അവർ കടുത്ത ആക്രമികളാണ്. ജൂത സൈനിസം മുസ്തഫയോട് ഏത് കാലത്തും വിരോധം വെച്ചവരായിരുന്നു. അവര് റസൂലുള്ളാഹിനെ കൊല്ലാൻ വിചാരിച്ചവരാണ്, ഇസ്ലാമിനോട് ഏറ്റവും വെറുപ്പുള്ള കക്ഷികളാണ്. ഇന്നും അവരങ്ങനെ തന്നെയാണ്. അവരാണ് ഒരു ഭാഗത്ത്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ലല്ലോ. എന്നാൽ ഇപ്പുറത്തുള്ള ഇറാൻ എന്ന് പറയുന്നവരോ, അവർ നല്ല പിള്ളകളാണോ? അവർക്ക് ഇസ്ലാം ശരിയാകണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയണം, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ തെറി വിളിക്കണം, വ്യഭിചാരിണിയാണെന്ന് പറയണം, നമ്മുടെ ഉമ്മ ഹഫ്സാ ബീവിയെ മോശക്കാരിയായി പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമികമായ നിലക്ക് സർവ്വ മുസ്ലിം രാജ്യങ്ങളോടും അവർക്ക് തീർത്താൽ തീരാത്ത പകയാണ്. സൗദി അറേബ്യ അടക്കം മക്കയും മദീനയും അടങ്ങുന്ന ഹറം വരെ പിടിച്ചെടുത്തിട്ട് അവരുടെ ഈ ചീഞ്ഞ ഷിയായിസം കൊണ്ടുവരണമെന്ന് മോഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇപ്പുറത്തുള്ള ആളുകൾ. ഒരുപാട് ആളുകളെ, നിരപരാധികളെ കൊന്നവരാണ് അവർ. ഈ വിധത്തിലൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഇപ്പുറത്തുള്ള ആളുകളും രണ്ട് കൂട്ടരും നമുക്ക് പിന്താങ്ങാൻ പറ്റിയവരല്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആ നിലക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധികളായ ആളുകളുള്ള രാജ്യത്തെ അവർ മിസൈൽ വെച്ച് തകർക്കാൻ നോക്കുകയാണ്, അവരവിടെ നശിപ്പിക്കാൻ നോക്കുകയാണ്. അവർ പല രാഷ്ട്രങ്ങളെയും പല വിധത്തിലും അവിടുത്തെ സമ്പൽഘടനയെ തകർക്കാൻ നോക്കുന്നു. ഇത് അവരുടെ പണ്ടേയുള്ള ലക്ഷ്യമാണ്. ഷിയാക്കളുടെ സ്വപ്നം തന്നെ സൗദി അറേബ്യമുള്ള മക്കയും മദീനയും അടക്കം പിടിച്ചെടുത്ത് അവിടെ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഖബർ പുറത്തേക്ക് കളച്ചു മറിക്കണം എന്ന് വരെ വിശ്വാസമുള്ള ആളുകളുണ്ട്. ദിക്റുകളിൽ മുഴുവനും അല്ലാഹുവേ അബൂബക്കറിനെ ശപിക്കണേ, ഉമറിനെ ശപിക്കണേ, ആയിഷാനെ ശപിക്കണേ, ഹഫ്സയെ ശപിക്കണേ എന്ന് പറയുന്ന ഇറാനിലെ ഷിയാക്കളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ, മുസ്ലിമേ ജൂത സൈനിസത്തെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരിക്കലും പറ്റാത്തതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അല്ലാഹുവേ, ഇവിടെ ഒരു തെമ്മാടി മറ്റേ തെമ്മാടിയുമായി യുദ്ധം ചെയ്യുകയാണ്. അവർ പണ്ട് വലിയ സഖ്യകക്ഷികളാണ്, ഇപ്പൊ അവർ പരസ്പരം പോരടിക്കുകയാണ്. അതിനിടയിൽ നിന്ന് വിശ്വാസികളെ നീ രക്ഷപ്പെടുത്തണേ, സമാധാനം ഉണ്ടാക്കണേ, ശാന്തി പടർത്തണേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഒരു വിശ്വാസിക്ക് എന്തിനാണ് സാധിക്കുക? ഇതെന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിലൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കരുത്. എന്നാലോ വികാര ജീവികൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോയിട്ട് അവരൊക്കെ ഷഹീദുകളാ, അവരെയൊക്കെ എതിർക്കുന്നവരൊക്കെ മുനാഫിക്കുകളാണ്, ജൂതന്റെ ഏജന്റുകളാണ് എന്നൊക്കെ ഇനി എന്നെക്കുറിച്ചും പറഞ്ഞേക്കും. പക്ഷേ ഇവിടെ രണ്ട് കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവരുടെ അവസ്ഥ. ഒരു കൂട്ടർക്ക് മുസ്ലിം ലോകത്തോടൊന്നാകെ കുടിപ്പകയാണെങ്കിൽ മറ്റേ കൂട്ടർക്ക് അഹ്ലുസുന്നയുള്ള രാജ്യങ്ങളോടും അഹ്ലുസുന്നയുടെ ആളുകളോടും മുഴുവനും കടുത്ത പകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുവാൻ. അതുകൊണ്ട് ഫിത്നയുടെ കാലത്ത് അല്ലാഹുവിനോട് അക്രമകാരികൾ എവിടെയാണെങ്കിലും അവരെ നശിപ്പിക്കണേ, വിശ്വാസികളെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത്.